ഹലോ ഗേസ്, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്ന് ഞാനൊരു ബീട്രൂട്ട് പച്ചടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബീട്രൂട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. ബീട്രൂട്ടിൻ്റെ തോലൊക്കെ ചെത്തിയെടുത്തു. ഇനി നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 സ്പൂണ് കടുക്, എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ഒരു 2 കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചുകൊണ്ടുവരാം. ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നാക്കി അടിച്ചെടുക്കട്ടെ. അങ്ങനെ ഇത് നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഗ്യാസെല്ലാം കത്തിച്ചു. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ചീഞ്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം 3 വറ്റൽമുളക് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് തന്നെ നമ്മൾ നന്നാക്കി അടിച്ച് വെച്ച തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. നന്നാക്കി വടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓൾറെഡി ബീട്രൂട്ടിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. ഒക്കെ നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരൊറ്റ തള മാത്രം തിളച്ചാൽ മതി. അതിനുശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഗ്യാസെല്ലാം ഓഫാക്കി വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ്. ഒരു 1/2 ഗ്ലാസ് തൈര് മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.